ഒരുപാട് ആളുകളുടെ പിന്നെ ബാഗൊക്കെ ചുമന്നുകൊണ്ട് പോയിട്ട് ഒരുപാട് ആളുകളുടെ പിന്നെ ഇടയിൽ ഒരു ജഗ് വെള്ളമൊക്കെ കൊണ്ടുവച്ച് ഒരുപാട് വെള്ളം, ഏറ്റവും കൂടുതൽ വെള്ളം ഞാനിങ്ങനെ കുടിച്ചോണ്ടിരിക്കും. ആകെ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് അതന്ന് കിട്ടിയാൽ കിട്ടി. അപ്പൊ പാടിക്കഴിയുമ്പോൾ അന്ന് ഒരു ഹിന്ദി പാട്ട് ഞാൻ അത്യാവശ്യം തെറ്റില്ലാണ്ട് പാടുന്നെന്ന് എനിക്ക് തോന്നുന്നു. മേരെ നിൽക്കുക എന്നുള്ള പാട്ടൊക്കെ പാടിക്കഴിയുമ്പോൾ ഞാൻ ഇപ്പുറം വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ദാഹിച്ചപ്പോൾ വെള്ളത്തിന് ചോദിച്ചപ്പോൾ അന്ന് ഹിന്ദി പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന, ഹിന്ദി തമിഴൊക്കെ പാടിക്കൊണ്ടിരുന്ന ഒരു സിംഗർ അയാള് ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അയാള് കുടിച്ച ഗ്ലാസ് ഞാൻ ചോദിച്ചപ്പോൾ ആ ഗ്ലാസ്സിലേക്ക് കാർക്കിച്ച് തുപ്പിയിട്ട് താഴത്തിട്ടിട്ട് അത് കഴുകി കുടിച്ചോളാൻ പറഞ്ഞു. ഇതെന്റെ നെഞ്ചത്ത് കഴിയിട്ടുണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞു. അല്ലാതെ ഒരു നാടകീയ സംഭവം അല്ല, ഉണ്ടാക്കിയ സംഭവം ഒന്നുമല്ല. ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ഞാൻ ഈ ഫീൽഡിൽ വന്ന സമയത്ത് ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയ പോലെ ഈ ഫീൽഡിലുണ്ടായിരുന്ന പൂർവികന്മാരായ സിംഗേഴ്സ് പല സ്ഥലത്ത് വെച്ചും എന്നെ എൻ്റെ ഉമ്മാനെയും ബാപ്പാനെയൊക്കെ വിളിച്ചുകൊണ്ട് തെറി പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ഒരുപാട് കരഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഞാൻ അവരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കല്യാണത്തിന് മുമ്പ് ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. ആ കാര്യം ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. 6 വർഷം ഞാനൊരു പെൺകുട്ടിയെ പ്രണയിച്ചിട്ടുണ്ട്. എൻ്റെ വൈഫ് പ്രണയിച്ചിരുന്നു. അവർക്ക് അവൾ ഇഷ്ടപ്പെട്ട ആളെ നഷ്ടപ്പെട്ട കഥയാണ്. അന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചിരുന്നു, പക്ഷേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയേറെ ആഗ്രഹിച്ചിരുന്ന എൻ്റെ പെണ്ണിനെ പോലും എനിക്ക് തരാതെ ഇരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് അൽഹംദുലില്ലാഹ്, ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ചിലപ്പോ ഞാൻ ആ പ്രണയിച്ച കുട്ടിയിൽ നിന്നും പോലും കിട്ടില്ലായിരുന്നു ഇത്രയും സ്നേഹം. ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് പറയില്ല, എന്റെ നേരെ യാതൊരു സംശയമില്ലാതെ എന്നെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന എന്റെ റജിലാനെ കിട്ടിയതിന്റെ സന്തോഷത്തിൽ എനിക്ക് പ്രണയദുരന്തത്തിൽ യാതൊരു സങ്കടമില്ല. പിന്നെ ഉള്ളിന്റെ ഉള്ളിൽ എന്നും ആ ഓർമ്മ നമുക്കുണ്ടാവും. ആ ഓർമ്മ നശിച്ചാ പിന്നെ കലാകാരനില്ലല്ലോ. കൊട്ടാര മുറ്റത്തെ പൂക്കളടർന്നു, മാനത്തെ മാറി വില്ലെങ്ങ് മറഞ്ഞു. ആ ട്യൂണില് ഞങ്ങള് അതിനൊരിക്കലും എനിക്ക് തോന്നുന്നു എല്ലാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ആ ഒരു ട്യൂണിനെ നശിപ്പിക്കാത്ത രീതിയിൽ ഉള്ള വരികൾ എഴുതാൻ സാധിച്ചതിൽ എനിക്ക് പടച്ചവനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം എന്റെ വരികളൊന്നും എന്റെ എല്ലാ മുഴുവൻ ക്രെഡിറ്റും പടച്ചവനാണ്. കാരണം ഞാൻ സാഹിത്യമൊന്നും പഠിക്കാത്തൊരു മനുഷ്യനാണ്. പക്ഷെ പാട്ടിന് വേണ്ടി ഇരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, പാട്ട് സംഗീതത്തിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും സംഗീതം എന്തോ ഒരു വരദാനം, ഒരു പുണ്യമൊക്കെയാണ്. അല്ലെങ്കിൽ ഷാഫിക്ക് ഇത്രയും വരികൾ എഴുതാൻ സാധിക്കും. ഞാൻ എഴുതാനിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ ഒരു ഫ്രെയിം ഉണ്ടാവില്ല. പക്ഷെ ഉടനടി ഏതെങ്കിലും ഒരു തീം ഉദ്ദേശിച്ചാൽ അതിനനുസരിച്ച് പഠിച്ചോൻ. ഞാൻ ഈ പാട്ട് എഴുതാനിരിക്കുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കാനും മഴ മണ്ണിൽ പതിയുമ്പോൾ ഉണങ്ങിക്കിടക്കുന്ന മണ്ണിന് എന്തോ ഒരു സന്തോഷം പോലെ എന്റെ മനസ്സിൽ തോന്നിയ. അപ്പൊ ഞാൻ എഴുതിയാണ് വീട്ടിലെ ഇതിന്റെ ചുമറ്റിന് മുകളിൽ വെച്ചിട്ട്, ഇരുത്തിന്റെ മുകളിൽ വെച്ചിട്ട് എഴുതിയാണ്. മണ്ണും മഴയും പ്രേമിക്കും നേരം, കാറ്റും മരവും കെട്ടിപ്പൂണാരും പൂവും കുയിലും കൂട്ടിനു തേടുമ്പം പാടുന്ന പാട്ടെല്ലാം പ്രേമഗാനങ്ങൾ. പൂങ്കാവനമില്ല, പൂത്തവണമില്ല, ചുറ്റിക്കറങ്ങുവാൻ വാഹനമൊന്നില്ല. താമരച്ചേരുള്ള സുന്ദരി പെണ്ണ്, നീ ഓമന തിങ്കള ചേരുമോ മാറത്ത്. പാലാണ് പ്രേമം, തേനാണ് പ്രേമം, കളിക്കാതിരിട്ട പ്രേമം. മണ്ണിതിൽ സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത പ്രേമം. പാലാണ് പ്രേമം, തേനാണ് പ്രേമം, കളിക്കാതിരിട്ട പ്രേമം. മണ്ണിതിൽ സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത പ്രേമം. എന്നെ ഒന്ന് പ്രേമിച്ചാലഞ്ചടി പൂങ്കരളെ, നമ്മളൊക്കെ മണ്ണിൽ വന്നത് സ്നേഹിക്കാനല്ലേടി. എനിക്ക് പാട്ടുകൾ എഴുതാനും പാട്ടുകൾ പാടാനും പ്രചോദനം ആയതിൽ ഒരു വലിയ ഭാഗം പങ്കുവച്ചിട്ടുണ്ട് എന്റെ കാമുകി. അതുപോലെ ഇപ്പം എന്റെ നിത്യജീവിതത്തിൽ പിന്നെ എന്റെ പ്ലസ് പോയിന്റ് ആയിട്ടും എന്റെ ഐശ്വര്യമായിട്ടും ഞാൻ കാണുന്നത് എന്റെ ഭാര്യയാണ്. അതുകൊണ്ട് അവളുള്ളിടത്തോളം കാലം എനിക്ക് മറ്റുള്ള സങ്കടങ്ങളൊന്നുമില്ല. സ്നേഹത്തിന്റെ യൂണിവേഴ്സിറ്റി ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ഞാൻ എല്ലാ പാഠങ്ങളും 1ാം ക്ലാസ് മുതൽ സ്നേഹം പഠിച്ചു വരികയാണ്. ഇപ്പൊ ഞാൻ 10ലെത്തിന്ന് യൂണിവേഴ്സിറ്റിയിൽ മുഴുവൻ പഠിച്ചിട്ട് മരിക്കുന്നതിന് മുമ്പ് ഈ സ്നേഹം മുഴുവൻ മരണത്തോളം എന്റെ കൂടെ ഉണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. ഉണ്ടാവില്ലേ? ഉണ്ടാവണം. പ്രണയിക്കുകയാണെങ്കിൽ ആത്മാവിൽ തൊട്ട് സത്യം ചെയ്ത് പ്രണയിക്കുക. താൽക്കാലികമായിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു ദിവസത്തെ പ്രണയമോ, അല്ലെങ്കിൽ എന്തെങ്കിലും താൽക്കാലിക സുഖത്തിന് വേണ്ടിയുള്ള പ്രണയം ആവരുത്. പ്രണയം എന്ന് പറയുന്നത് ആത്മാവ് കൊണ്ടാണ്. ഒരു ചാനലിന്റെ പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോൾ കുട്ടികൾ മലപ്പുറത്ത് നിന്ന് എന്നോട് ഷാഫിക്ക എന്റെ മാണിക്യമൈനെ നിർബന്ധമായിട്ട് പാടണം, ഒരുപാട് ആൾ വിളിച്ചാൽ ഞാനിങ്ങനെ ചിന്തിച്ചു എന്റെ മാണിക്യമൈനെ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇപ്പുറത്ത് വേറൊരാൾ ചോദിച്ചപ്പോൾ അയാൾ പാടുന്നത്. അപ്പൊ ഞാൻ പാടിയത് ഇത്രയും നല്ലൊരു പാട്ടിന് ശബ്ദം കൊടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം. ആ പാട്ട് എനിക്ക് തന്നവരോടും ഒരുപാട് നന്ദിയുണ്ട്. അതിന്റെ വിഷ്വലും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട് നന്നായിട്ട്. ആ പാട്ട് 2 വരി പാടാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. എന്റെ
എനിക്ക് ഒരുപാട് നന്ദി ഒരുപാട് ആളുകളോട് ഈ ഫീൽഡിലുണ്ട്. ചിലപ്പോൾ എൻ്റെ ഈ ഫീൽഡിന്റെ തിരക്കുകൊണ്ട് തമ്മിൽ കാണാതെ പോയ ഒരു വിഷമം ഒരിക്കലും നിങ്ങൾ മനസ്സിൽ അതെനിക്ക് ശാപമായിട്ട് കരുതരുത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നിങ്ങളൊക്കെ. ഞങ്ങളെ കുടുംബജീവിതം മെച്ചപ്പെടുത്തി തന്നത് നിങ്ങളാണ് ഓരോ മീഡിയയും വളർത്തുന്നത്. ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാമിനും നിങ്ങളാണ് പിൻബലം നൽകുന്നത്. ഈ ഒരു പിൻബലം ഇങ്ങനത്തെ നല്ല പ്രോഗ്രാംസ് വരുമ്പോൾ എപ്പോഴും നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടാവണം. നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് എന്നെ പോലത്തെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അത് നേരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഉണ്ടാക്കി കൊണ്ടുവരാനും ഒരുപാട് കലാകാരന്മാർ ഞങ്ങളിപ്പോൾ എന്നെപ്പോലെ ഒരുപാട് തുറന്നു പറയാൻ സന്മനസ്സുള്ള ആളുകളുടെ മനസ്സും ഞങ്ങളുടെ ജീവിത രീതികളും ഞങ്ങളെ നിത്യജീവിതത്തിലെ ചര്യകളും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഓഡിയൻസിനോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാനും കാണിക്കാനും നിങ്ങൾ കാണിച്ച ഈ സന്മനസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു ധൈര്യത്തെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട്. പട്ടുടുത്തു മുന്നിൽ വന്ന പെണ്ണേ, നീ മുത്തുമാല കോർത്തു വെച്ചതാർക്കു വേണ്ടി? സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത കൽവിൽ ഈ ഇഷ്ടമാകെ കാത്തു വെച്ചതാർക്കു വേണ്ടി? ചൊല്ല് റജില, എന്റെ റജില, ചൊല്ല് റജില, എന്റെ റജില. പട്ടുടുത്ത്